തന്നെ കുറച്ച് സീക്രട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഒരു നല്ലൊരു ഇൻകം സോഴ്സ് ആക്കി മാറ്റാൻ പറ്റും. ക്യാൻവ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ മാത്രം വെച്ചിട്ട് അത്യാവശ്യം ഇൻകം ഉണ്ടാക്കണ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം. ഇതാണ് ക്യാൻവയുടെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. സോ ഇതിനകത്ത് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഡോക്യുമെന്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വൈറ്റ് ബോർഡ് പ്രസന്റേഷൻസ്, അതുപോലെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, വീഡിയോസ്, അങ്ങനെ വെബ്സൈറ്റ്സ് ഡിസൈൻ ചെയ്യാം. അങ്ങനെ പല സാധനങ്ങളുണ്ട്. റെസ്യൂമ് ഡിസൈൻ ചെയ്യാം. അതുപോലെ ഫ്ലയർ, ലോഗോ, ഡോക്യുമെന്റ്, വീഡിയോസ്, യൂട്യൂബ് തംബ്നെയില്, ഇൻവിറ്റേഷൻ കാർഡ്, യൂട്യൂബ് സ്റ്റോറി, ഇൻസ്റ്റഗ്രാം സ്റ്റോറി, ഫേസ്ബുക്ക് പോസ്റ്റ്, മൊബൈൽ വീഡിയോ, ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ തന്നതാണ്, വേറെ ഒന്നിനുമല്ല. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾക്ക് എന്തൊക്കെ ഐഡിയാസ് ഉണ്ടെന്ന് ജസ്റ്റ് ഞാൻ ഇപ്പോൾ തന്നെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് സീക്രട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഒരു നല്ലൊരു ഇൻകം സോഴ്സ് ആക്കി മാറ്റാൻ പറ്റും. ക്യാൻവ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ മാത്രം വെച്ചിട്ട് അത്യാവശ്യം ഇൻകം ഉണ്ടാക്കണ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. ബേസിക്സ് മുതൽ ക്യാൻവയെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും പറ്റും. അതുപോലെ തന്നെ ക്യാൻവ യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ നല്ല രീതിയിലുള്ള ഇൻകം സോഴ്സ് ആക്കി മാറ്റാമെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് എന്തായാലും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡിസൈൻ ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ. എന്നിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് എങ്ങനെ ഇൻകം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയൊക്കെ സംസാരിക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എടുത്തു. അപ്പോൾ നമ്മൾ നേരെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ ഒരു ഇതിനകത്തേക്ക് വരും. സോ അപ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഡിസൈനിങ് സ്കില്ലൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി കറന്റ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. കണ്ടോ, ഇവിടെ ഇഷ്ടംപോലെ സൈഡിൽ കൂടെ ടെംപ്ലേറ്റ്സ് കാണിച്ചിട്ടുണ്ട്. ഈ ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ എടുത്ത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ നീഷ് ഏതാണ്, നിങ്ങൾ എന്തിലാണ് വർക്ക് ചെയ്യാൻ പോണേ. ഇപ്പം നിങ്ങളൊരു ടൂറിസം കമ്പനിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യാൻ പോണേ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുക. പ്രൊഡക്റ്റ് പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടോ, പ്രൊഡക്റ്റ് ഫീച്ചർ. നമ്മൾ ചുമ്മാ പ്രൊഡക്റ്റ് എന്ന് അടിച്ചാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഒരു റെക്കമെൻഡേഷൻ വരും. പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ പോസ്റ്റേഴ്സ് ഇവിടെ കാണിക്കും. കണ്ട, അടിപൊളിയല്ലേ, സംഭവം സെറ്റ് അല്ലേ. സോ ഇനി ഇത് നേരെ എടുത്തുക, യൂസ് ചെയ്യുക. ഇതിനകത്ത് നമ്മുടെ പ്രൊഡക്റ്റ് എന്താണോ, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അതാണ് സംഭവം. ഇതുപോലെ നമ്മളിപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ വേറെ ഒരാളുടെ പ്രൊഡക്റ്റിന്റെ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്ത് കൊടുക്കൂലേ, അത് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ പോസ്റ്റർ ആഡ് ചെയ്തു, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് എന്ത് ചെയ്യാം, ഇപ്പം ഈ പ്രൊഡക്റ്റ് ഇല്ലേ, ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പോണ ഒരു ക്ലയന്റിന്റെ നമ്മുടെ അവരുടെ പ്രൊഡക്റ്റിന്റെ ഫോട്ടോ ഉണ്ടാവും. അവരെടുത്ത പ്രൊഡക്റ്റിന്റെ ഫോട്ടോ അയച്ചു തരാൻ പറയുക. എന്നിട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഈ സ്ഥലത്ത് ഇത് ആഡ് ചെയ്യുക. ഇതെങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ 3 ക്ലിക്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും നമുക്കിത്. ആദ്യം നമ്മൾ ഇവിടെ നമുക്ക് വേണ്ട പ്രൊഡക്റ്റിന്റെ ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ജസ്റ്റ് ആഡ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ജസ്റ്റ് അപ്ലോഡ് ഫയൽ കൊടുത്തിട്ട് ഞാൻ ചുമ്മാ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോ ഞാൻ ചുമ്മാ ജസ്റ്റ് അപ്ലോഡ് ചെയ്തു. ഓക്കെ, ഇത് നമ്മുടെ ക്ലോക്കാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ പ്രൊഡക്റ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്തു എന്നാണ് കണ്ട. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇതിന്റെ സൈസ് ചെറുതാക്കുക. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് കണ്ടോ, ഓരോ എലമെന്റ്സും മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് മൂവ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഫോട്ടോ ഇവിടെ വയ്ക്കുന്നു. എന്നിട്ട് ഇതിന്റെ സൈസ് അങ്ങോട്ട് വലുതാക്കുന്നു. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഇത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ എടുത്ത് കളയാം. എന്നിട്ട് നമുക്ക് ഈ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ സൈസ് കൂട്ടാം. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള പരിപാടികളാണ്, വലിയ കാര്യമായ പരിപാടികളൊന്നും ഇതിനകത്തില്ല. സത്യം പറഞ്ഞാല് കണ്ടോ, ഇത്ര സിമ്പിൾ പരിപാടിയാണ്. ഇങ്ങനെ ചെയ്താൽ മതി. സിമ്പിളായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇതൊരു സർവീസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഈ പ്രൊഡക്റ്റിന്റെ ഫോട്ടോസൊക്കെ ഉണ്ടോ, ഈ ഷാഡോയിൽ നമുക്കിങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുവരാം. ഇതൊക്കെ നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഒരു വൃത്തി മെനയാവും. ഇത് നമ്മുടെ പ്രൊഡക്റ്റാണ്. ഇനി ഇത് ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ എഡിറ്റ് ചെയ്യണം ഓരോന്നായിട്ട്.
ഇത് നിങ്ങൾക്ക് എങ്ങനെ സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സംഭവം സിമ്പിളാണ്. ഈ സംഭവം എടുക്കുക. ഇത് നിങ്ങൾ ഒരു ഇൻസ്റ്റഗ്രാം ഒന്നല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പേജ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വർക്കും കാര്യങ്ങളൊക്കെ പിടിക്കുക. എന്നിട്ട് ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസിൽ കയറുക. ഇതുപോലത്തെ ടെംപ്ലേറ്റ്സ് ഇടുക. എന്നിട്ട് ഇതിനകത്ത് അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിനകത്തൊക്കെ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ എന്താണ് നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ ക്ലോക്ക് അല്ലേ, അപ്പോൾ നമ്മൾ ഡിജിറ്റൽ ക്ലോക്കിന്ന് പേര് മാറ്റി. ഓക്കെ, സിമ്പിൾ. ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മളിവിടെ സിമ്പിളായിട്ട് എഴുതുക. എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ് ഈസി ടു യൂസ്, ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇടുവാണെങ്കിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുത്തുള്ള. കാരണം ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓരോ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താം, ഡിസൈൻ മാറ്റണമെങ്കിൽ ഡിസൈൻ മാറ്റാം, ഈ കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം. സിമ്പിളാണ്. ഈ കളറിൻ്റെ ഇവിടെ ഞെക്കുക, ഈ കളർ സെലക്ട് ചെയ്യുക, ഇഷ്ടമുള്ള കളർ മാറ്റുക, ഏതാണോ വേണ്ടത്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇമേജിന് ചേർന്നിട്ടുള്ള വേണമെങ്കിൽ ഇമേജസ് ആഡ് ചെയ്യാം, കളേഴ്സ് ആഡ് ചെയ്യാം. കണ്ടോ, ഈ ഒരു ഇമേജിനായിട്ട് ചേരണ ഒരു ഇമേജ് അല്ലേ, കളറല്ലേ. എന്നിട്ട് ഇതിന്റെ ഇമേജ് ഈ ബാക്ക്ഗ്രൗണ്ട് കളറും നമുക്ക് മാറ്റാം. കാരണം ഈ ഇമേജിനെ ബേസ് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ കളേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു ചേർച്ച കിട്ടും. പിന്നെ ഈ ഇല വേണമെങ്കിൽ എടുത്ത് കളയാം. ഇല നമുക്ക് ആവശ്യമില്ല, അത് നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ടാണ് അവർ ഇല ഇട്ടേക്കണം. ഇത്രയും ചെയ്താൽ മതി. ദിസ് ഈസ് ദ പ്രൊഡക്റ്റ് ഫോട്ടോ. ഒരു പോസ്റ്റർ പോലെ സെറ്റായി. ഇത്രയുള്ള സംഭവം. ഇത് നിങ്ങൾക്ക് ഒരു സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അവരെ പ്രൊഡക്റ്റ് എടുക്കുക, അവരെ പ്രൊഡക്റ്റിന്റെ ഫോട്ടോ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് നിങ്ങളുടേതായ ഐഡിയാസ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടേതായ ഐഡിയാസ് വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വലിയ ഡിസൈനിങ് സ്കില്ലൊന്നും ഇല്ല എന്ന് പറയുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതേപതിയെ നമുക്ക് ഡിസൈനിങ് സ്കില്ല് ബിൽഡായി വരും. ഒരാളും ജനിക്കുമ്പോൾ എല്ലാം അറിഞ്ഞിട്ടല്ല ജനിക്കുന്നത്. ജസ്റ്റ് എല്ലാവരും ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഷെയർ കൊടുക്കുക. ഇവിടെ നിന്ന് ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുക. സിമ്പിൾ. PNG ഏത് ഫയലാണോ, ഏത് ഫോർമാറ്റിലേക്കാണോ വേണ്ടത്, PNG വേണോ, JPEG വേണോ, PDF വേണോ, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇത് വീഡിയോ ആണെങ്കിൽ വീഡിയോ ആയിരിക്കാം, ബിഫോർ ആയിട്ട് എടുക്കും. എന്നിട്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. സിമ്പിൾ, അത്രേ ഉള്ളൂ. ഇത് ഡൗൺലോഡായി. ഇനി നമുക്ക് ഈ സാധനം എന്ത് ചെയ്യാം, അവർക്ക് ഡോക്യുമെന്റ് ആയിട്ട് ഫയൽ അയച്ചു കൊടുക്കുക, പേയ്മെന്റ് വാങ്ങുക. അതായത് കണ്ട നമ്മൾ ഡിസൈൻ ചെയ്ത സാധനം ഈ കിടക്കണം. എങ്ങനെയുണ്ട് സാധനം, കിടിലായില്ലേ? അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇതുപോലെ ഞാനിത് ബാക്ക് അടിക്കാൻ പോവാണ്. കാരണം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനാണെങ്കിൽ. ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ തന്നെ പ്രസന്റേഷൻ ഉണ്ടാക്കി കൊടുക്കുക. പ്രസന്റേഷൻ എടുത്ത് കാണിച്ചു തരാം. ഓരോന്ന് നിങ്ങളെ കൊണ്ടെടുത്ത് പഠിപ്പിക്കും. ഇത് ചിലപ്പോൾ ഒരു ലെങ്തി വീഡിയോ ആയിരിക്കും, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇതൊരു ഈ ക്യാൻവ എന്ന് പറയുന്ന സാധനത്തിന്റെ ഫ്രീ മാത്രം യൂസ് ചെയ്താൽ മതി. എല്ലാവരും പറയും പെയ്ഡൊക്കെ വേണം നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ. ഒരു പെയ്ഡും വേണ്ട. ഞാൻ ഇത് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് അതൊന്ന് അത്യാവശ്യം സർവീസ് ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യണത്. അത്യാവശ്യം കുറേ ആൾക്കാർക്ക് ഇപ്പോൾ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും അല്ലാതെ ആണെങ്കിലും. പക്ഷെ ഇത് നിങ്ങൾ ചുമ്മാ വൃത്തിക്കും മെനക്കും ചെയ്യണം. ആരെങ്കിലും കൊണ്ടുപോയിട്ടേക്കണ ടെംപ്ലേറ്റ് എടുത്തിട്ട് അതിനകത്തോട്ട് ചെയ്യാതിരിക്കുക. മാക്സിമം കുറച്ച് വൃത്തിക്കും മെനക്കും ചെയ്തു കൊടുക്കുക. ചെയ്തു കൊടുക്കുന്ന സാധനത്തിന് കുറച്ച് വൃത്തി മെന ഉണ്ടായിരിക്കണം. എന്താ വെച്ചാൽ അത് നിങ്ങൾ ചെയ്യുമ്പോൾ പഠിച്ചോളും. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ക്ലയൻസിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും പോർട്ട്ഫോളിയോ ഉണ്ടോ, നിങ്ങൾ ചെയ്ത വർക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പ്രസന്റേഷനിൽ വരാം. എന്നിട്ട് ഇത് വേണമെങ്കിൽ ഇവിടെ ഈ പ്രസന്റേഷനിൽ ഇവിടെ ജസ്റ്റ് പോർട്ട്ഫോളിയോ എന്ന് സെർച്ച് ചെയ്യുക. കണ്ട, പോർട്ട്ഫോളിയോ പ്രസന്റേഷൻ വന്നു. ഇത്രേ ഉള്ളൂ. സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പോർട്ട്ഫോളിയോസ് വന്നിട്ടുണ്ടാവും റിസൾട്ട് ആയിട്ട്. കണ്ടോ, നമുക്ക് പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെനിക്ക് തോന്നുന്നു കുറച്ച് പെയ്ഡ് ആണോ, ഈ പ്രോ എന്ന് കാണിച്ചാണ് പെയ്ഡ് ആണ്. നമുക്ക് പെയ്ഡ് വേണം, നമുക്ക് ഫ്രീ മതി, അതിനുള്ള ആവശ്യമേ ഉള്ളൂ. കണ്ടോ, ക്രിയേറ്റീവ് പോർട്ട്ഫോളിയോ 14 പേജസ് ഉണ്ട്. അപ്ലൈ ടു 14 പേജസ്, അപ്ലൈ ഓൾ 14 പേജസ്. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേരാക്കിയിടാം. ജസ്റ്റ് ക്രിയേറ്റീവ് പോർട്ട്ഫോളിയോ ബൈ, ഇവിടെ എൻ്റെ പേരാക്കാൻ പോയാൽ ജസ്റ്റ് മാറ്റാൻ പോവാ. സിമ്പിൾ. ബൈ അബിൻ ഷുക്കൂർ. സിമ്പിൾ. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് ആഡ് ചെയ്യാം. ഇതില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. നമ്മുടെ പോർട്ട്ഫോളിയോ ആയി. ഇങ്ങനെയാണ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. എങ്ങനെ മറ്റുള്ളവർക്ക് പോർട്ട്ഫോളിയോ ഉണ്ടാക്കി കൊടുക്കുക. എന്താ ഇതിനകത്ത് ലിസ്റ്റ് ഓഫ് കണ്ടന്റ്സ് ഉണ്ട്, ഇതൊക്കെ വേണമെങ്കിൽ എടുത്ത് കളയാം. എന്നിട്ട് അബൌട്ട് മീ, വിഷൻ, പേഴ്സണൽ സ്കിൽസ്, എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, ഇതൊക്കെ ഇങ്ങനെ നടന്നാലും മതി. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ആഡ് ചെയ്യുക. നിങ്ങൾ എന്താണ് ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ ഗ്രാഫിക് ഡിസൈനർ, അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്തുക. ഇതൊരു സർവീസ് ആയിട്ട് എന്ത് ചെയ്യുക, ഓഫർ ചെയ്യുക.
പിച്ച് ഡെക്ക് ഉണ്ടാക്കാൻ അറിയില്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എൻ്റെ അടുത്ത് തന്നെ കുറേ പേര് വന്ന് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പിച്ച് ഉണ്ടാക്കണേ, പിച്ച് ഡെക്ക് ഉണ്ടാക്കണേ, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ആർക്കും ഇതൊന്നും സർവീസായിട്ട് നമ്മൾ ഓഫർ ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു സർവീസായിട്ട് ഓഫർ ചെയ്യാം. ഞാൻ പറയുന്ന പോലെ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ജസ്റ്റ് സ്റ്റോറി ഇടുക, വീഡിയോസ് ഉണ്ടാക്കി ഇടുക. വി വിൽ ഹെൽപ്പ് യു ടു ബിൽഡ് പോർട്ട്ഫോളിയോസ് എന്നുള്ള രീതിയിൽ. എന്നിട്ട് നിങ്ങൾ വലിയ ഇതൊന്നും വയ്ക്കാതെ ചെറിയ ഇതിനൊക്കെ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കമ്പനിയുടെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കി കൊടുക്കാം, കമ്പനിക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി കൊടുക്കാം. പ്രസന്റേഷൻ വൈസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ പ്രസന്റേഷനിൽ, അതൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സിമ്പിളാണ്. ഇവിടെയൊക്കെ നമ്മുടെ ചേഞ്ചസ് വരുത്താറുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ജസ്റ്റ് ചേഞ്ചസ് വരുത്തുക, ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെ നിങ്ങൾക്ക് ഇതൊരു സർവീസ് ആയിട്ട് ഓഫർ ചെയ്യാം. ഇത് രണ്ടാമത്തെ. അപ്പൊ നമ്മൾ പോസ്റ്ററും പ്രസന്റേഷനും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ ആലോചിച്ച് നോക്കുക. ക്യാൻവ എന്ന് പറയുന്ന ടൂൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പോസ്റ്ററും പ്രസന്റേഷനും മാത്രമല്ല നമ്മൾ ചെയ്തോളൂ. ഇനി പോസ്റ്റർ അല്ലാതെ മറ്റേ ഫോർ സൈസിലുള്ള പോസ്റ്റർ ഇല്ലേ, നമ്മൾ പ്രിന്റ് അടിക്കാൻ കൊടുക്കണ ടൈപ്പ് ഓഫ് പോസ്റ്റേഴ്സ് ഇല്ലേ, ആ പോസ്റ്റർ വേണമെങ്കിൽ അതും ഉണ്ടാക്കാം. എന്താണ് വേണ്ടത്? ഇപ്പം നിങ്ങൾ ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പോസ്റ്ററൊക്കെ എന്തിനാ വേണ്ടി തന്നെ ഞാൻ പറയാം. ഇത് ഇപ്പൊ റെസ്റ്റോറൻറ്റിൽ ഈ മറ്റേ ഫുഡിന്റെ ഇതൊക്കെ അടിച്ചു കൊടുക്കണ്ടേ, ഫുഡ് മെനു കൊടുക്കൂലേ നമ്മള്. നിങ്ങൾക്ക് ഒരു സർവീസ് ആയിട്ട് ഓഫർ ചെയ്യാം. എങ്ങനെ? റെസ്റ്റോറൻറ്റ് ഫുഡ് മെനു സെർച്ച് ചെയ്യുക. ഇവിടെ ഇഷ്ടംപോലെ ഫുഡ് മെനൂസ് ഫ്രീ ആയിട്ട് വരും. ഇത് ഓരോന്നും എടുക്കുക, എന്ത് ചെയ്യുക, ഓരോന്നിലും ചേഞ്ചസ് വരുത്തുക. ഇപ്പൊ നമ്മൾ ഈ സാധനം എടുത്തു എന്ന് വിചാരിക്കുക, ഇത് ഫ്രീ ആണ്. നിങ്ങൾ ഇത് തന്നെ എടുക്കരുത്. നിങ്ങൾ ഇതിനകത്ത് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തണം. എങ്ങനെ ചേഞ്ചസ് വരുത്തണം ഞാൻ പറഞ്ഞുതരാം. സെറ്റാണ്. ഇവിടെ കളർ പാലറ്റ് വന്നാണോ, ഇത് ഇതിന്റെ ഫുൾ കളർ പാലറ്റ് ആണ്. കളർ പാലറ്റും പിന്നെ ഫോണ്ടുകളുമാണ് തന്നേക്കണത്. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ഷഫിൾ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ. കണ്ടോ, ഇത് ഷഫിൾ ആവില്ല. ഒരു സെക്കൻഡ്. ഇത് എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം വേർഷൻസിന് മാത്രമാണ് പറ്റുള്ളൂ. ഐ തിങ്ക് വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് ഓരോന്നെടുത്ത് ചേഞ്ച് ചെയ്യാം. എഡിറ്റ് ഇമേജ് കൊടുക്കുക, അതല്ല, അവിടെയല്ല, സോറി. കളർ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം. ദേ ഈ കളർ മാറ്റി വേറെ കളറിലേക്ക് ആക്കി. ഓക്കെ. എന്നിട്ട് ഈ കോഫിയുടെ കളർ ഞാൻ മാറ്റി. അങ്ങനെ ഓരോന്നിൻ്റെയും കളർ മാറ്റി. ബാക്ക്ഗ്രൗണ്ടിന്റെ കളറല്ല മാറണേ. സോറി ഗൈസ്. ഇതിനകത്ത് ഓരോന്ന് സെലക്ട് ചെയ്യുക. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് വെച്ചാൽ അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ മാത്രം മാറും. ഇനിയിപ്പോൾ ഇതിനകത്ത് ചേഞ്ച് വരുത്തണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് എടുക്കുക, കളർ മാറ്റുക. സിമ്പിൾ. വേണ്ട, ഇതിന്റെ കളർ മാറിയില്ലേ, ഇതാക്കണമെങ്കിൽ ഇതാക്കുക. ഏതാണോ കളർ വേണ്ടത് ആ കളറിലേക്ക് മാറ്റുക. ഇതിനകത്ത് എല്ലാ ചേഞ്ചസ് വരുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സ്കിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ ഈ ഡോറൊക്കെ മാറ്റി നമ്മൾ ഇന്ത്യൻ റുപ്പി ആക്കുക, നമ്മുടെ പേരൊക്കെ മാറ്റുക. ഇങ്ങനെ ഇതൊരു എന്ത് ചെയ്യുക, ടെംപ്ലേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചേക്കണേ. ഈ ടെംപ്ലേറ്റിൽ നിങ്ങൾക്ക് വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്തുക. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ മെനൂസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് ക്രിയേറ്റീവ് സ്കിൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ ചേഞ്ചസ് വരുത്തിയിട്ട് നല്ല കിടിലൻ ഡിസൈൻ ആയിട്ട് മാറ്റി കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ഐഡിയ ഓവർവ്യൂ തന്നെ മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് റെസ്യൂമ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. റെസ്യൂമി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന സർവീസാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പുറത്തൊക്കെ ഇതൊരു സർവീസാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫൈവർ, അപ്‌വർക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റെസ്യൂംസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. $10, $15, $20 ഒക്കെ വെച്ച് ചാർജ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അത്യാവശ്യം അതിനകത്ത് ഇതിനകത്ത് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. ഇത് കണ്ടോ, ഈ റെസ്യൂമ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തും നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. ഒരു റെസ്യൂം എടുക്കുക, എന്നിട്ട് നമ്മൾ ഒരു ആളെ കണ്ടുപിടിക്കുക, റെസ്യൂമ് ക്രിയേറ്റ് ചെയ്യേണ്ട ആളെ. എന്നിട്ട് അവരുടെ അടുത്ത് പറയുക, നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ട് തരാൻ പറയുക. എന്നിട്ട് ഇതിനകത്ത് ഓരോരോ ചേഞ്ചസ് വരുത്തുക. എന്നിട്ട് ഇത് കിടിലാക്കി കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്, ഫൈൻ. അത്രേ ഉള്ളൂ. ഇതൊക്കെ ചെയ്താൽ മതി. ചെയ്താലേ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതെല്ലാം പഠിക്കാൻ പറ്റും നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. കാരണം നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഓരോരോ ഐഡിയാസ് കിട്ടുള്ളൂ. അപ്പോഴാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൂടുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഒരു വീഡിയോസ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് സ്കില്ല് ഒന്നും കൂടില്ല. അങ്ങനെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ഫ്ലയർ നെക്സ്റ്റ്. അടുത്തത് ഓരോന്നും എടുക്കുക, ചെയ്യുക, പഠിക്കുക. ഞാനൊക്കെ അങ്ങനെയാണ് പഠിക്കുന്നത്. എല്ലാ കാര്യങ്ങളും
യൂട്യൂബ് റെഫർ ചെയ്യും, പക്ഷെ നമ്മൾ എന്നാലും ചെയ്യും. ചെയ്യുമ്പോഴാണ് എല്ലാ സാധനം പഠിക്കൂ. അല്ലാതെ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടോന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല. പക്ഷെ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ കണ്ടോ, പ്രൈസ് ലിസ്റ്റ് തന്നെ ഇപ്പോൾ ഈ ബുട്ടിക്സ് ഒക്കെ ഉണ്ടാവും. ബുട്ടിക്സിലൊന്നും പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ചെറിയ റേറ്റിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒരു 200, 300 ആ ഒരു റേഞ്ചിനൊക്കെ വേണമെങ്കിൽ അവരെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തു തരാമെന്ന് പറയുക. എന്നിട്ട് നിങ്ങളൊരു ഡിസൈൻ എടുക്കുക, എന്ത് ചെയ്യുക, ഇതൊക്കെ ഫോണിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ലാപ്ടോപ്പിൽ മാത്രമൊന്നുമല്ല, ഫോണിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഫോണിൽ ഇതിനേക്കാളും ഈസിയാണ് യൂസ് ചെയ്യുക. ജസ്റ്റ് എടുക്കുക, ഇതിനകത്ത് നിങ്ങളുടെ കണ്ടോ, ഇതിങ്ങനെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക. എന്നിട്ട് മസാജിന്റെ എന്തിൻ്റെ ആണോ ആ പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റുക. ബുട്ടീക്ക് ആകുമ്പോൾ ബുട്ടീക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമേജസ് ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് യൂസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്തൊക്കെയാണോ ആഡ് ചെയ്യേണ്ടത്, ഇവിടെ എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോണിലൊക്കെ മാറ്റി ഒന്ന് വൃത്തിക്ക് മെനക്കിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഓക്കെ. ഇതുപോലെ ലോഗോ ഡിസൈൻ ചെയ്യാം, ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം, വീഡിയോസ് ഡീകോഡ് ചെയ്ത് കൊടുക്കാം. വീഡിയോസും ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഓരോന്നും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോഴാണ് കുറച്ചും കൂടെ ഐഡിയാസ് കിട്ടുള്ളൂ. ഓക്കെ. വീഡിയോ എടുത്തു, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വീഡിയോയാണ് വേണ്ടത്. ആള് പ്രൊഡക്റ്റിന്റെ എല്ലാ സംഭവങ്ങളും അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വീഡിയോയാണ് വേണ്ടത്. ജസ്റ്റ് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് വീഡിയോ സെർച്ച് ചെയ്യുക, പ്രൊഡക്റ്റ് ഡെമോ വീഡിയോ. സിമ്പിൾ. ഇഷ്ടംപോലെ ആൾക്കാരുടെ പ്രൊഡക്റ്റ് ഉണ്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ വീഡിയോസ് നിങ്ങൾ ചെയ്ത് കൊടുക്കാമെന്ന് പറയുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പ്രൊഡക്റ്റ് വീഡിയോയിൽ വരിക, ഒരു ടെംപ്ലേറ്റ് എടുക്കുക. ഇതോ ഇതിനകത്ത് ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഉണ്ട്. ഈ ബ്യൂട്ടി പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ അവർ നല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇതൊരു സർവീസ് ആയിട്ട് ഓഫർ ചെയ്യാം. കണ്ടോ, ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. ഞാനിപ്പോ ഈ ഒരു വീഡിയോ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. കണ്ടോ എങ്ങനെയുണ്ട് സാധനം? ഇത് പ്രീമിയം തോന്നുന്നു, ഐ തിങ്ക്. കണ്ടോ, ഫസ്റ്റ് പേജ്. ഓക്കെ. ഇത് പുതിയ ബ്രാൻഡാണ്. ഈ ബ്രാൻഡിന്റെ റിമൂവ് വാട്ടർമാർക്ക്, ഇത് ഇത് പ്രീമിയം, ഇത് എടുക്കണമെന്നില്ല. ബാക്കടിക്ക് ഫ്രീ എടുക്കാം. എന്തിനാണ് മോനെ പൈസ കൊടുക്കണം? നമ്മൾ ഫ്രീ ആയിട്ടുള്ളല്ലേ പഠിക്കുന്നത്, അപ്പൊ ഫ്രീ ആയിട്ടുള്ള പഠിച്ചാൽ മതി. പ്രൊഡക്റ്റ് ഡെമോ വീഡിയോ, പ്രൊഡക്റ്റ് ഡെമോ ഫ്രീ ആയിട്ടുള്ളതില്ലേ? ഉണ്ടെന്നേ, കിട്ടും. തപ്പിയാൽ മതി, കിട്ടും. നമുക്കിത് വേണ്ട, വേറെ നോക്കാം. ഹെഡ്സെറ്റിന്റെ വീഡിയോ നോക്കാം. ഇത് ഫ്രീയാ. സി, ഒരാളിപ്പോ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവാണ്, ഹെഡ്സെറ്റ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് അതൊരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇവിടെ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് വേണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഇത് പോസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യണം, ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യണം. ഇവിടെ വരിക, കംഫർട്ടബിൾ മെഷീൻസ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ മതി എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് ചെയ്യാം. ഇനി ചാറ്റ് ജി പി ടിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ കിടിലമായിട്ടുള്ള റൈറ്റിങ്സ്, ഈ മറ്റേ കോപ്പിയും കാര്യങ്ങളൊക്കെ കിട്ടും. കോപ്പി റൈറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ വ്യത്യാസങ്ങളൊക്കെ വരുത്തി കുറച്ചും കൂടെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഈ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ വരിക, കളർ മാറ്റുക. കണ്ട, ഇപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ ഫോട്ടോ തന്നെയായി കളർ. അത് വേണ്ട, ചെയ്ത വൃത്തി ഇങ്ങനെ ഉണ്ടാവില്ല. മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്, അതാണ് മെയിൻ സാധനം. അട്രാക്റ്റീവ് ആക്കുക, ഇതൊരു സർവീസ് ആയിട്ട് ഓഫർ ചെയ്യാം. എത്ര രൂപ കിട്ടുമെന്ന് ആലോചിച്ചാൽ മതി. ഇതിനൊന്നും ഞാൻ പ്രത്യേകിച്ച് റേറ്റ് ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ഒരു ബേസിക് സാധനങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ പ്രൊഡക്റ്റ് ലോഞ്ച് ആണിത്. ഇതുപോലെ വെബ്സൈറ്റിന്റെ ലോഞ്ച് ഉണ്ടാവും, പല സാധനങ്ങളുടെ ലോഞ്ചുകൾ ഉണ്ടാവും. ഈ ലോഞ്ചുകളൊക്കെ ഒരു സർവീസ് ആയിട്ട് ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് കമ്മിങ് സൂൺ അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് കമ്മിങ് സൂൺ വീഡിയോസ് വേണം, ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, വരിക, ജസ്റ്റ് കമ്മിങ് സൂൺ വീഡിയോ കാണിച്ചു കൊടുക്കുക. കമ്മിങ് സൂൺ, കണ്ട, ഇഷ്ടം പോലെ വരും കമ്മിങ് സൂൺ വീഡിയോ. കണ്ട, ഇതെടുക്കുക, ഇത്രേ ഉള്ളൂ. ഇതാണ് കമ്മിങ് സൂൺ വീഡിയോ, അത്രേ ഉള്ളൂ.
ഇത് പ്ലസ് ചെയ്തോ, ആഡ് ചെയ്തോ? സോറി. കണ്ട കമ്മിങ് സൂൺ. ഇതെന്തോ സ്റ്റുഡിയോ ഷോയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് കമ്മിങ് സൂൺ ഇട്ടേക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇഷ്ടം പോലെ കമ്മിങ് സൂൺ വീഡിയോസ് ഉണ്ട്. എടുക്കുക, ആഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, കിടിലാക്കി കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്, ഫൈൻ. അത്രേ ഉള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ പ്രീമിയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം യൂസ് ചെയ്യാം. പ്രീമിയം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കിടിലൻ ഡിസൈൻസ് ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്, ഫൈൻ. വീഡിയോസിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ. ഇത് ഞാൻ പറയുന്ന കേട്ടിട്ട് മാത്രം നിങ്ങൾ ഇരിക്കാതെ നിങ്ങൾ ജസ്റ്റ് ഇത് എക്സ്പ്ലോർ ചെയ്യുക. ക്യാൻവ എന്ന് പറയുന്ന ഈ ടൂള് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ കിടില സാധനം, കിടില സാധനം. അതുപോലെ തന്നെ യൂട്യൂബ് തമ്പനയില് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ തമ്പനയിൽസും ഈ ക്യാൻവ യൂസ് ചെയ്തിട്ട് ചെയ്യണേ. ഞാൻ എങ്ങനെ ചെയ്യണേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് റെഫറൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യും. ഉണ്ടോ ഇതിനകത്ത് തന്നെ ഇഷ്ടംപോലെ റെഫറൻസ് ഉണ്ടാവും. ഇപ്പം ഫ്രീ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഫ്രീ ആയിട്ടാണ് യൂസ് ചെയ്യണം, അല്ലാതെ വലിയ പെയ്ഡ് മെത്തേഡ്സും യൂസ് ചെയ്യാറില്ല. കാണിച്ചു തരാതെ ഇപ്പൊ ഈ ഒരു ഈ ഒരു സാധനം എടുത്തു. ഇവിടെ വേറെ ആളുടെ ഫോട്ടോയാണ്, ഈ ഫോട്ടോ മാറ്റി എന്റെ ഫോട്ടോ ആഡ് ചെയ്യും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, ക്യാൻവ സോറി ക്യാൻവ ട്യൂട്ടോറിയൽ മലയാളം. സിമ്പിൾ. മണി ഇത്ര മതി. ഇനി ഇവിടെ എന്തെങ്കിലും എഡിറ്റിംഗ് വരുത്തണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യുക. ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യുക. ഇത് കളയണമെങ്കിൽ കളയാം. കണ്ടോ, സിമ്പിൾ. ഇതും കളയണമെങ്കിൽ ഇതും കളയാം. ഇത്ര ആഡ് ചെയ്യണം മതിയെങ്കിൽ ഇത്ര ആഡ് ചെയ്താൽ മതി. ഇതിന്റെ സൈസ് കൂട്ടണമെങ്കിൽ സൈസ് കൂട്ടുക. കണ്ടോ, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറെ ഐഡിയാസ് കിട്ടും. അപ്പൊ നിങ്ങളുടെ സ്കില്ല് കൂടും. മനസ്സിലായ? റീപ്ലേസ് കറണ്ട് പേജ്, ഇത് കുറച്ചും കൂടെ അടിപൊളിയല്ലേ. ഹൗ ടു ഏൺ മണി ഓൺലൈൻ. ഇവിടെ നമ്മുടെ ഇമേജ് ആഡ് ചെയ്യുക, പേര് മാറ്റുക. ഇത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. വലിയ വൃത്തിമേനൊന്നുമില്ല. ഈ സൈറ്റും ഇതും വേണ്ട. ഇവിടെ എന്ത് ചെയ്യുക, ഈ ഓൺലൈൻ എന്നുള്ളത് മാറ്റി ക്യാൻവ ആക്കുക. ഇപ്പൊ എന്റെ വീഡിയോയുടെ കമ്പനിയിലായി. മനസ്സിലായ? ഞാൻ ഇത് വേണേ ഈ കമ്പനിയിലായിട്ട് ഇടാം. സിമ്പിൾ. ഈ ഫോട്ടോ മാറ്റി എന്റെ ഫോട്ടോ ആഡ് ചെയ്താൽ മതി. എങ്ങനെയുണ്ട് സംഭവം? സെറ്റല്ലേ? ഇതുപോലെ ഈ ടോള് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഇൻവിറ്റേഷൻ കാർഡ്. ഇപ്പോഴും കല്യാണത്തിന് ഇൻവിറ്റേഷൻ കാർഡ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ക്യാൻവ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളിത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല. നിങ്ങൾക്ക് കണ്ടോ എന്തോരം ഉണ്ടെന്ന് നോക്കുക. ഇഷ്ടം പോലെ അവൈലബിൾ ആണ് ഇതിനകത്ത്. ഇപ്പൊ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക, ഇവിടെ പേര് മാറ്റുക, ഡിസൈൻസിൽ വേണമെങ്കിൽ ചേഞ്ചസ് വരുത്തുക. ഇഷ്ടംപോലെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പാറ്റേൺ, ഈ പാറ്റേൺ അത്ര ഇഷ്ടപ്പെട്ടില്ല, ഈ ചുറ്റും കിടക്കുന്ന പാറ്റേൺ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഗൂഗിളിൽ കയറുക, എന്നിട്ട് വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ് പാറ്റേൺസ് എന്ന് സെർച്ച് ചെയ്യുക. ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇമേജസിൽ വരിക. ഇഷ്ടം പോലെ പാറ്റേൺസ് അവൈലബിൾ ആയിരിക്കും. ഇനി അങ്ങനെ കൂടെ അടിച്ചാൽ മാത്രം പോരാ, PNG കൂടെ അടിക്കണം. അപ്പൊ PNG ഫയലായിട്ട് ഇഷ്ടം പോലെ പാറ്റേൺസ് കിട്ടുന്നുണ്ടോ? ഇതൊരു പാറ്റേൺ ആണ്, ഇതൊരു പാറ്റേൺ ആണ്, ഇതൊരു പാറ്റേൺ ആണ്, ഇതൊരു പാറ്റേൺ ആണ്. ഇതൊക്കെ PNG ഫയൽസ് ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ഇൻവിറ്റേഷൻ കാർഡിലേക്ക് എന്ത് ചെയ്യാം, എവിടെയാണ് ഇൻവിറ്റേഷൻ കാർഡ് ചെയ്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ കളർ എന്ത് ചെയ്യുക, ഈ കളർ മാറ്റുക. ഈ കളർ മാറ്റി റെഡ് കളറോ പച്ചയോ ഇതേപോലത്തെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണേ നല്ലത്. കുറച്ചും കൂടെ വൃത്തിയും മെനയുണ്ടാവും. അതാണ് അതിന് ചേരണ കളർ. എന്താ എന്നിട്ട് എഡിറ്റ് ചെയ്യുക. ഇതിനകത്തൊക്കെ ഓരോ ചേഞ്ചസ് വരുത്തുക. നമ്മുടെ പേരാക്കുക, ആളുടെ പേരാക്കുക, അങ്ങനെ ഓരോ ചേഞ്ചസ് വെച്ച് ഡേറ്റ് ആഡ് ചെയ്യുക, സൈറ്റ് ആഡ് ചെയ്യണമെങ്കിൽ സൈറ്റ് ആഡ് ചെയ്യുക, പ്ലേസ് ആഡ് ചെയ്യണമെങ്കിൽ പ്ലേസ് ആഡ് ചെയ്യാം, QR കോഡ് ആഡ് ചെയ്യണമെങ്കിൽ QR കോഡ് ആഡ് ചെയ്യാം. ചിലരെയൊക്കെ ലൊക്കേഷനിൽ QR കോഡ് ആഡ് ചെയ്ത് വെക്കും. കാരണം ഇപ്പൊ വെഡിങ് ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഓഡിറ്റോറിയം എവിടെയാണെന്ന് അറിയാൻ പാടില്ലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക,
QR കോഡൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ കുറച്ചും കൂടെ നല്ലതാണ്. മനസ്സിലായോ? സിമ്പിൾ. ഇതുപോലെ ഇൻവിറ്റേഷൻ കാർഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടും ഒരു ഇൻകം ഉണ്ടാക്കാം. മനസ്സിലായോ? ഇനി സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതുപോലെ മൊബൈൽ വീഡിയോയൊക്കെ ഇഷ്ടം പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? മൊബൈൽ വീഡിയോ എടുക്കുക. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ ഫ്രീ വീഡിയോസ് കിടപ്പുണ്ടാവും. എന്ത് ടൈപ്പ് ഓഫ് വീഡിയോയാണോ വേണ്ടേ ആ വീഡിയോ എടുക്കുക, ആഡ് ചെയ്യുക, അതിനകത്ത് വേണ്ട ചേഞ്ചസ് വരുത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ടത് എഡിറ്റ് ചെയ്യുക, ഇടുക. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ്. മോർണിംഗ് റൊട്ടീൻസിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു വീഡിയോ ആയിട്ട് ഇടാം. കണ്ടോ? ഓക്കെ. ഇതിനകത്ത് ഓൾറെഡി മ്യൂസിക് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ മ്യൂസിക് ഉണ്ടല്ലോ. ഉണ്ട്. കണ്ടോ? ഗെറ്റ് റെഡി ഫോർ ദ ഡേ എന്നൊക്കെ രാവിലെ അടിച്ച് പോകണോ, ഫിസിക്കൽ എന്ത് ചെയ്യുന്നു. പക്ഷെ ഇതിനകത്ത് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. ജസ്റ്റ് പോസ് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈ 5:30 മാറ്റി നമ്മുടെ സമയമൊക്കെ ഇവിടെ നമ്മുടെ ഫോട്ടോസ് ആഡ് ചെയ്യുക. ഇതൊക്കെ ആഡ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാൻ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ലോഡ് ചെയ്യുക, ഇവിടെ നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഫോട്ടോ വന്നു, ആഡ് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്നിടുക. അത്രേ ഉള്ളൂ. സിമ്പിൾ. ഞാനിത് ബാക്കടിച്ച് കളയാണ്, ആ വീഡിയോയുടെ വൃത്തിയും മേനെയും കളയാണ്ട്. അത്രേ ഉള്ളൂ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ജസ്റ്റ് വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം നിങ്ങളൊരു ക്യാൻവയിൽ പ്രോ ആവും നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. പക്ഷെ ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ക്രിയേറ്റ് ചെയ്ത് എന്തൊക്കെ സാധനങ്ങളൊന്നും ആലോചിച്ച് നോക്കുക. സോ ഞാൻ ഇതുപോലത്തെ വേറൊരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ യൂട്യൂബ് ചാനൽസിന്റെ ഇൻട്രോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. സിമ്പിളാണ്. എന്റെ ചാനലിന്റെ ഇൻട്രോ ഞാൻ ചുമ്മാ ക്രിയേറ്റ് ചെയ്ത, പണ്ടങ്ങാണ്ട് ക്രിയേറ്റ് ചെയ്ത, ഇപ്പൊന്നല്ല. ജസ്റ്റ് കണ്ടോട്ടോ. കണ്ടോ എന്റെ ചാനലിന്റെ ഇൻട്രോ? ഈ മൈ ചാനലൊക്കെ മാറ്റി നമ്മുടെ പേരാക്കാം. റെഡി സെറ്റ് ഗോ. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഓരോരോ നമ്മുടെ കാര്യങ്ങൾ പഠിക്കുന്നത്. അങ്ങനെയാണ് ഞാനൊക്കെ പഠിച്ചത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പഠിക്കുന്നത്. ചെയ്താണ് പഠിക്കുന്നത്. അല്ലാതെ ഒരാളും ഇവിടെ എല്ലാം പഠിച്ചിട്ടൊന്നും വന്നിരിക്കല്ല. ഓക്കെ. നമ്മൾ ക്രിയേറ്റീവ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കി, നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു, പ്രൊഡക്റ്റ് ഫോട്ടോയുടെ ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി എന്തൊക്കെ നിങ്ങൾക്ക് ക്യാൻവ ആസ് എ സർവീസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. ക്യാൻവ ആസ് എ സർവീസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള സർവീസ് ഐഡിയാസ് എന്നുള്ള ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. കണ്ടോ? ക്രിയേറ്റ് ആൻഡ് സെൽ പ്രിന്റബിൾ വർക്ക് ഷീറ്റ്സ്. കണ്ടോ? ഈ പിള്ളേർക്കൊക്കെ ഡിജിറ്റൽ പ്ലാനേഴ്സ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഗ്രാഫിക്സ്, അതുപോലെ ഈ ബുക്സിന്റെ കവർ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ കാർഡ്, അനൗൺസ്മെന്റ് കാർഡ് ഉണ്ടാക്കി കൊടുക്കാം, ഇൻഫോഗ്രാഫിക്സ് ഉണ്ടാക്കി കൊടുക്കാം, സോഷ്യൽ മീഡിയ ആഡ് ഉണ്ടാക്കി കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഈ 17 മിനിറ്റിന്റെ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ഓവർവ്യൂ കിട്ടും. പിന്നെ അതുപോലെ ഈ സൈറ്റിൽ കയറുക. 21 ഐഡിയാസ് ആണ് ഇവര് പറഞ്ഞു തന്നേക്കണ ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക, ചെയ്യുക. അത്രേ ഉള്ളൂ. ഇത് റിമോട്ടായിട്ട് ഇരുന്ന് സൈഡ് ഹസിലായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ എറ്റ്സി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഇട്ട് സെല് ചെയ്യാം. ഈ ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളുടേതായ ടെംപ്ലേറ്റ്സ് അയക്കണം. വല്ലവന്റെ ടെംപ്ലേറ്റ് എടുത്ത് സെല് ചെയ്യണ കാര്യമല്ല ഞാൻ പറഞ്ഞത് നമ്മുടേതായ ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സെല് ചെയ്യുക. കണ്ടോ? ക്യാൻവ യൂസ് ചെയ്തിട്ട് റിമോട്ടായിട്ട് സൈഡ് ഹസിലായിട്ട് ചെയ്യാൻ പറ്റുന്ന 20 വഴികളാണ് ഇതിനകത്ത് പറഞ്ഞത്. 1 ക്രിയേറ്റ് ആൻഡ് സെല് പ്രിന്റബിൾ വർക്ക് ഷീറ്റ്സ്, 2 സെല് ക്യാൻവ ടെംപ്ലേറ്റ്സ്, പിന്നെ സെൽ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ലൈക്ക് ഡിജിറ്റൽ പ്ലാനേഴ്സ്, ജേർണൽസ് എക്സെട്ര, പിന്നെ മാനേജ് സോഷ്യൽ മീഡിയ ഗ്രാഫിക്സ് ഫോർ ഗ്രാഫിക്സ്, പിന്നെ അതുപോലെ തന്നെ ഇ ബുക്ക് കവർ, പിന്നെ അതുപോലെ ഇൻവിറ്റേഷൻ കാർഡ്, അനൗൺസ്മെന്റ്സ്, ഇൻഫോഗ്രാഫിക്സ്, സോഷ്യൽ മീഡിയ ആഡ്, ഡിസൈൻ ലോഗോസ്, പിന്നെ പിൻട്രസ്റ്റ് ഗ്രാഫിക്സ്. കണ്ടോ? ഇപ്പൊ ഈ ഒരു പ്രിന്റബിൾസും വർക്ക് ഷീറ്റ്സിലും എടുത്തു കഴിഞ്ഞാൽ തന്നെ കുറെ സബ് ടോപ്പിക്സ് ഉണ്ട്. കണ്ടോ? പ്ലാനേഴ്സ്, ജേർണൽസ്, കലണ്ടേഴ്സ്, കളറിംഗ് ബുക്സ്, കളറിംഗ് ട്രാക്കേഴ്സ്. ഈ പിള്ളേർക്ക് കളറിംഗ് ബുക്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കല്ലേ, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിന്റെ ഈ ബുക്കിലായിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ആമസോൺ KDP, കിൻഡിൽ ഡയറക്റ്റ് പബ്ലിഷിംഗിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിലേക്ക് ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. ഇതൊക്കെ ഞങ്ങൾക്ക് ജസ്റ്റ് ഓരോന്നായിട്ട് എടുത്ത് ചെക്കൗട്ട് ചെയ്യുക, ഇത് ഓരോന്ന് ചെയ്യുക. അപ്പോഴാണ് ഇതിനകത്ത് എങ്ങനെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. പിന്നെ ഇതൊക്കെ ഓരോരോ പ്ലാറ്റ്ഫോംസ് ആണ് നമ്മൾ ചെയ്യണ
ഇപ്പൊ നമ്മൾ പറഞ്ഞ ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇത്രയും സാധനങ്ങൾ സെല് ചെയ്യാൻ പറ്റിയ പ്ലാറ്റ്ഫോംസ് ആണ് ഇതൊക്കെ. എച്ച് ഷോപ്പിഫൈ, സെലിഫൈ, ടീച്ചബിൾ, ടീച്ചർ പേ, ടീച്ചേഴ്സ് കണ്ടോ. എച്ച് സിയിൽ നിങ്ങൾക്ക് സെല് ചെയ്യാം. എച്ച് സിയുടെ ഇഷ്ടംപോലെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷോപ്പിഫൈയിൽ നിങ്ങൾക്ക് സെല് ചെയ്യാം. ഷോപ്പിഫൈയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക, ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിനകത്ത് ആഡ് ചെയ്ത് നിങ്ങളൊരു മിനിമം 500 രൂപയെങ്കിലും ഒരു ദിവസം 100 രൂപ വെച്ച് സ്പെൻഡ് ചെയ്യുക. പ്രോപ്പർ ടാർഗറ്റിംഗ് വേണം, ചുമ്മാ പരസ്യം ഇട്ടിട്ട് കാര്യമില്ല. അതായത് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊഡക്റ്റ് ആർക്കാണ് വിൽക്കാൻ പോണെന്നുള്ള ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരൊക്കെയാണെന്ന് ക്രിയേറ്റ് ചെയ്യുക, അവരുടെ ഡെമോഗ്രഫിക്സ്, അവരുടെ ഏജ് ഗ്രൂപ്പ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ആഡ് ഇടുക. അല്ലാതെ ചുമ്മാ കൊണ്ടുപോയി കുറച്ച് പൈസ കൊണ്ടുപോയിട്ട് കുറെ ആളുകളിലേക്ക് എത്തുമ്പോൾ കുറേ പ്രൊഡക്റ്റ്സ് എല്ലാം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഓഡിയൻസിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ സെല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആഡിന്റെ കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുക. സിമ്പിൾ ആണ്. റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ അറിയാം. സോ ഇതൊക്കെയാണ് കാൻവയുടെ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളിത് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്താൽ മാത്രം മതി. എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. കാരണം ഇൻഫോഗ്രാഫിക്സ് ഉണ്ടാക്കാം, ഫോട്ടോ കൊളേജ് ഉണ്ടാക്കാം, ഡെസ്ക്ടോപ്പ് വാൾപേപ്പേഴ്സ്, ഈ വാൾപേപ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ വാൾപേപ്പേഴ്സിന്റെ എന്ത് ചെയ്യാം, വാൾപേപ്പേഴ്സ് ഒക്കെ സെല് ചെയ്യാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ അതിനെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഗ്രാഫ് ഉണ്ടാക്കാം. ഈ കമ്പനിയുടെ ഒക്കെ ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൊടുക്കണം. ഇതേ ബുക്ക് കവർ, നമ്മൾ പറഞ്ഞ പോലെ മൈൻഡ് മാപ്പിംഗ്, മാഗസിൻ കവർ, വിർച്വൽ ബാക്ക്ഗ്രൗണ്ട്, സൂമിന്റെ കലണ്ടർ, പോസ്റ്റർ, വർക്ക്ഷീറ്റ്, റിപ്പോർട്ട്, പ്ലാനർ, കോമിക് സ്ട്രിപ്പ്, പ്രൊപ്പോസല്, ക്ലാസ് ഷെഡ്യൂള്, ഇങ്ങനെ എന്തൊക്കെ വേണോ ഇതെല്ലാം ഈ സാധനത്തിലുണ്ട്. ജസ്റ്റ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക ഓരോന്നോരോന്നായിട്ട്. ഞാനൊന്നും എക്സ്പ്ലോർ ചെയ്ത് വരെ തീർന്നിട്ട് പോലുമില്ല. ഇതിനകത്ത് പല സാധനങ്ങളും യൂസ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് തീരല്ല. ഇതൊക്കെ ഇൻഫോഗ്രാഫിക്സ് ആണ്. ഇൻഫോഗ്രാഫിക്സ് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം, ഫോട്ടോ കൊളേജസ് ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ ഡെസ്ക്ടോപ്പിന്റെ വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം, പിന്നെ അതുപോലെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് ചെയ്ത് കൊടുക്കാം, പിന്നെ ബുക്ക് കവർ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതൊക്കെ കണ്ടോ, അത് ആർട്ട് ഓഫ് സ്ട്രാറ്റജിക് ഇന്നോവേഷൻ. ഇതുപോലത്തെ ഡിസൈൻ ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ യു ഹാവ് ടു മേക്ക് മണി. പക്ഷേ ഇവിടെ 2 സൈഡ് കൊടുത്തതല്ലേ, വേണമെങ്കിൽ ഇവിടെ സൈഡ് ഹസിൽ നിന്നാക്കാം വേണമെങ്കിൽ. ഞാൻ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇഷ്ടംപോലെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇതിനകത്തുണ്ട്. പിന്നെ വെബ്സൈറ്റ് ചെയ്യണമെങ്കിൽ വെബ്സൈറ്റ് ചെയ്യാം. ഇതിനകത്ത് തന്നെ ഇഷ്ടംപോലെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ആണ് ഐ തിങ്ക്, എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നു. പോർട്ട്ഫോളിയോ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ കാണിക്കുന്ന സൈറ്റാണ് ഐ തിങ്ക്, എനിക്ക് തോന്നുന്നു. ഐ വിൽ ചെക്ക് ഇറ്റ് ഔട്ട്. വെയിറ്റ് ഗൈസ്. ഇത് നമ്മുടെ പോർട്ട്ഫോളിയോ ആഡ് ചെയ്യാനുള്ള സൈറ്റാണ്, മനസ്സിലായ. ദിസ് ഈസ് ജസ്റ്റ് എ ലാൻഡിംഗ് പേജ് ആണ്. പക്ഷെ എന്നാലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതൊരു പോർട്ട്ഫോളിയോ ആയിട്ട് കാണിക്കാൻ പറ്റും. ഇതിപ്പോ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരാളുടെ പോർട്ട്ഫോളിയോയാണിത്. കണ്ടോ, പക്ഷെ അതുപോലെ തന്നെയല്ലേ ഇതിനകത്ത് ചെയ്തിട്ടേക്കണം നോക്കി. ആർട്ടിസ്റ്റ് ബയോഗ്രഫി, പുള്ളിക്കാരത്തി എടുത്തു വെച്ചേക്കണ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കണം, ഫ്യൂച്ചർ ചെയ്തേക്കണം, വർക്കും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് മീ, ലാസ്റ്റ് ഒരു കോൾ ടു ആക്ഷൻ, അതായത് മെയിൽ അയക്കുക അല്ലെങ്കിൽ ഫോണിൽ കോൾ ചെയ്യുക എന്നുള്ള രീതിയിൽ. ഈ പോർട്ട്ഫോളിയോ സൈറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പോർട്ട്ഫോളിയോ സൈറ്റ്സ് ഉണ്ടാവും. ഇതിനകത്ത് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്താൽ മതി. നിങ്ങളുടെ വർക്ക് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. കണ്ടോ, ഗ്രാഫിക് ഡിസൈൻ പോർട്ട്ഫോളിയോ ഉണ്ട്. കണ്ടോ, അപ്ലൈ ഓൾ സെവൻ പേജസ്, റീപ്ലേസ് ഓൾ പേജസ്. മുമ്പ് എടുത്ത് വെച്ചാൽ ഡിസൈൻ മാറ്റി ഇപ്പൊ എടുത്ത പേജ് ആക്കി. കണ്ടോ, ഇത് ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ പോർട്ട്ഫോളിയോയാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഓരോന്ന് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിനകത്ത് ഓരോരോ ഗ്രാഫിക് ഡിസൈനറിന്റെ പോർട്ട്ഫോളിയോയാണിത്. എനിക്ക് തോന്നുന്നു ഗ്രാഫിക് ഡിസൈനറിന്റെ അല്ല ഇത്. ഗ്രാഫിക് ഡിസൈനർ ഗ്രാഫിക് ഡിസൈനറിന്റെ തന്നെയാണ്. പക്ഷെ അതെ ഗ്രാഫിക് ഡിസൈനറിന്റെ തന്നെ. കണ്ടോ, വെബ് ഡിസൈൻസ് അവർ ചെയ്ത് ചില പ്രോജക്ട്സിന്റെ സൈഡിൽ ഫോട്ടോസും കാര്യങ്ങളും മോക്കപ്സും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാം. അവരുടെ ഡിസൈൻ, അവരുടെ സ്റ്റോറി ടെല്ലിങ്, അതായത് എങ്ങനെയാണ് അവരൊരു ഡിസൈനിലേക്ക് എത്തണേ എന്നുള്ളൊരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ അവരുമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ടു ആക്ഷൻ എന്നുള്ള രീതിയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യുക. സോ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ ഇഷ്ടംപോലെ വഴികളുണ്ട് ഗൈസ്.
നിങ്ങൾ ഇതിനെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള മെയിൻ തിങ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമ്മളിപ്പോ ഇത്രയും നേരം കൊണ്ട് ക്രിയേറ്റ് ചെയ്ത എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. ഞാൻ തന്നെ എക്സ്പ്ലോർ ചെയ്ത് എന്തൊക്കെയാണെന്ന് മറന്നുപോയി. പല കാര്യങ്ങളും നമ്മൾ ചെയ്തു. പക്ഷെ ഇതിനകത്തുള്ള ഓരോ ടൂൾസ് എടുത്ത് നോക്കുക, കണ്ടോ? ഡിസൈൻ സ്പോട്ട്ലൈറ്റ്സ്, വിഷ്വൽ സൈറ്റ്സ്, പ്രസന്റേഷൻ, വൈറ്റ് ബോർഡ്, PDF എഡിറ്റർ. നിങ്ങൾക്ക് PDF ഒക്കെ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്രാഫ്, ചാർട്ട്, വീഡിയോ എഡിറ്റർ, യൂട്യൂബ് വീഡിയോ എഡിറ്റർ, ഫോട്ടോ എഡിറ്റർ, ഫോട്ടോ കോളേജ്, ബാക്ക്ഗ്രൗണ്ട് റിമൂവർ. അത് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് റിമൂവറിന് മറ്റേ ഇതാന്ന് തോന്നുന്നു, പെയ്ഡാന്ന് തോന്നുന്നു. മറ്റു സാധനം ഏതാ? അതിന് നമ്മള് പ്രീമിയം എടുക്കണം, ക്യാൻവ പ്രീമിയം. ഓക്കെ. പ്രിന്റബിൾ ആണെങ്കിൽ ബിസിനസ് കാർഡ് ഉണ്ടാക്കി കൊടുക്കാം. ഇതൊരു സർവീസ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ബിസിനസ് കാർഡ്സ് എന്ന് പറഞ്ഞ് ഇപ്പൊ ഇഷ്ടംപോലെ ബിസിനസ്സുകളുണ്ട്. ഓരോ ബിസിനസ്സുകൾക്കും നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യുക. ഓരോ ബിസിനസ്സുകൾക്ക് റീച്ച് ഔട്ട് ചെയ്തിട്ട് അവർക്ക് ബിസിനസ് കാർഡ് ഉണ്ടാക്കി കൊടുക്കാം. ഡിജിറ്റൽ ബിസിനസ് കാർഡ്, അതായത് QR കോഡ് ജസ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, അവരുടെ ഗൂഗിൾ മാപ്പിന്റെ റിവ്യൂ ആഡ് ചെയ്യാനോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ പ്രൊഫൈലിലേക്ക്, അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ ബിസിനസ് കാർഡ്. അങ്ങനെ ഓരോന്നും എടുത്ത് നോക്കാം. പിന്നെ കാർഡ്സ്, ഇൻവിറ്റേഷൻ, മഗ്, ടീഷർട്ട്, ഹുഡീസ്, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മോക്കപ്സ് ആണ്. ഇത് മോക്കപ്സിന്റെ ഇതാണ്. പക്ഷെ ഇത് മോക്കപ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ബിസിനസ് കാർഡിന് സിമ്പിൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ബിസിനസ് കാർഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോ. ഓക്കെ. ക്യാൻവ പ്രോ എടുക്കാൻ പറയണ്ട ഇടയ്ക്കിടയ്ക്ക്. അതങ്ങനെയാണ്. അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. നമ്മൾ കുറേ നേരം ഒരു സാധനത്തിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ആ സാധനം ഇഷ്ടപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലാവുമ്പോൾ ഒരു 2 to 3 minutes അബോവ് ഒക്കെ ഒരു സാധനത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മുടെ അടുത്തൊരു പോപ്പപ്പ് കാണിക്കും. നിങ്ങൾക്കൊരു ഫ്രീ ട്രയൽ തരാം, നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും നമ്മുടെ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ. അതുപോലെ നമ്മുടെ അടുത്ത് കാണിക്കും. ദിസ് ഈസ് ബിസിനസ്. മനസ്സിലാവും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, നിങ്ങൾക്ക് കുറെ ഐഡിയാസ്, ഇൻസൈറ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരും. ഓക്കെ. ഇതൊന്നും ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാനൊന്നും പോണില്ല. യൂട്യൂബിൽ വന്നിട്ട് എല്ലാം ഫ്രീ ആയിട്ടൊന്നും പറഞ്ഞു തരുമൊന്നുമില്ല. ജസ്റ്റ് പക്ഷേ ഞാൻ പറഞ്ഞുതരും. ഓക്കെ. എനിക്കതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പറഞ്ഞു തന്നേന് നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാൻ റെഡിയാണ്. ഓക്കെ. ഇത് കണ്ടോ, ഇഷ്ടംപോലെ ബിസിനസ് കാർഡ്സ് ഉണ്ട്. അത് അത്യാവശ്യം നല്ല പ്രീമിയം. നമ്മൾ എടുക്കുന്ന ക്ലയൻസ് അനുസരിച്ചിരിക്കും. നമ്മളിപ്പോൾ ചെറിയ ക്ലയൻസിലേക്കാണ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഡിസൈൻ എടുക്കുക, അതിനകത്ത് ചേഞ്ച് കൊടുക്കാം. നമ്മളൊരു പ്രീമിയം ക്ലയൻസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ മാറ്റണം. അതായത് നമ്മൾ പിച്ച് ചെയ്യണ രീതി മാറണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറാനുണ്ട്. മനസ്സിലായോ? ഇതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് എടുക്കുക. ഇപ്പൊ ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് എടുത്തു. ഏഹ് ഇപ്പൊ ഇതിനകത്ത് ബ്ലാക്ക് ആണ് ഈ കളർ. എനിക്ക് ഈ കളർ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാനിത് വൈറ്റ് ആക്കും. എന്ത് ചെയ്യും? എനിക്ക് ഡിസൈൻ മാറ്റണം, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ഇത് വൈറ്റ് ആക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിന്റെ കളർ ഫുള്ള് ബ്ലാക്ക് ആക്കും. ടെക്സ്റ്റിന്റെ കളർ ബ്ലാക്ക് ആക്കും. അപ്പൊ എങ്ങനെ ഉണ്ടാവും? ചേഞ്ച് ഓൾ. കണ്ടോ, ടെക്സ്റ്റിന്റെ ഇവിടെ ചേഞ്ച് ഓൾ കൊടുത്തപ്പോ എല്ലാം ടെക്സ്റ്റ് ചേഞ്ച് ആയില്ലേ? ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മോക്കപ്പ് ആയിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇവര് തന്നെ ഡിസൈൻ ചെയ്ത് തരൂ. ഇവര് തന്നെ പ്രിന്റ് ചെയ്ത് തരും വേണമെങ്കിൽ. കണ്ടോ, പ്രീമിയം പേപ്പറില് മാറ്റെ ഫിനിഷില് 3100. ഇത് ഏതാണ് ഈ കോയിൻ? എനിക്ക് മനസ്സിലാവില്ല. എനിക്കറിയില്ല. ഡോളറല്ല, അതെനിക്കറിയാം. ഏതോ ഒരു കറൻസി ആണ്. ഇതിനകത്ത് നമ്മുടേതായ ചേഞ്ചസ് ഒക്കെ വെച്ച് ഞാൻ അവിടെ എന്റെ പേര് മാറ്റും. ഷുക്കൂർ. ചേഞ്ചസ് വരുത്തണം എങ്ങനെയാണെന്ന് അറിയണ്ടേ? എന്തായാലും ഗ്രാഫിക് ഡിസൈനർ. ശരി. ഗ്രാഫിക് ഡിസൈനർ. ഓക്കെ. ഇവിടെ ഫോൺ നമ്പർ ആഡ് ചെയ്യുക, നമ്മുടെ വെബ്സൈറ്റ് ആഡ് ചെയ്യുക, നമ്മുടെ അഡ്രസ് ആഡ് ചെയ്യുക. ഈ DG മാറ്റാട്ടോ, ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തെന്നുള്ളൂ. ഈ DG മാറ്റിയിട്ട് A ആക്കാം. അബിന്റെ A. കണ്ട, ഇതൊക്കെ നമ്മുടെ ബ്രാൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അത് അവരുടെ കമ്പനിയുടെ പേരെന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആഡ് ചെയ്തെടുക്കാം. ഇനി അവരുടെ കമ്പനിയുടെ ലോഗോ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. ഇത് തന്നെ ആഡ് ചെയ്യണം എന്നല്ല. കമ്പനിക്ക് ലോഗോ ഉണ്ടെങ്കിൽ കമ്പനിയുടെ ലോഗോ ആഡ് ചെയ്തെടുക്കാം. അവരുടെ പേര് ആഡ് ചെയ്യുക, കമ്പനിയുടെ പേര് ആഡ് ചെയ്യുക, എന്താണ് അവരുടെ കമ്പനി എന്നുള്ളത് കൊടുക്കുക, അവരുടെ സൈറ്റ്. സിമ്പിൾ. അത്രേ ഉള്ളൂ. ഇവിടെ വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. എങ്ങനെ? വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കാം. കണ്ടോ, സെറ്റ് അല്ലേ? ഈ DG മാറ്റുക, ആ കമ്പനിയുടെ ലോഗോ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഫ്രണ്ട് പേജ് ആയിരിക്കും, എന്നുവെച്ചാൽ ഒരു സൈഡ്. മറ്റേ സൈഡിലായിരിക്കും ഈ പേജ് വരുന്നത്. അത്രേ ഉള്ളൂ സംഭവം. ഇങ്ങനെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക. എന്നിട്ട് ഇതുപോലത്തെ ഒരു
ഇപ്പൊ നിങ്ങൾ ഇതാണ് ഒരു സർവീസ് ആയിട്ട് ഓഫർ ചെയ്യാൻ പോണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലത്തെ ഒരു 10-20 ഡിസൈൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. 10-20 ഡിസൈൻ ചെയ്യണം. നിങ്ങൾ ഒരിക്കലും ചുമ്മാ ഒരാളടുത്ത് പോയിട്ട് ഞാൻ ഡിജിറ്റൽ കാർഡ് ബിസിനസ് ചെയ്തു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളടുത്ത് ഒരാളും ഒരിക്കലും നിങ്ങളുടെ സർവീസ് എടുക്കില്ല. നിങ്ങൾ അതിനൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം. എങ്ങനെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം? ഇതുപോലത്തെ ഒരു ഡിസൈൻ എടുക്കുക. ഈ ഡിസൈനിൽ തന്നെ ഒരു 10-20 സാധനങ്ങൾ ഡിസൈൻ ചെയ്യുക. നിങ്ങളുടേതായ രീതിയിൽ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് ഫോണ്ടും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് ഫോണ്ടും കാര്യങ്ങളൊക്കെ മാറ്റാം. ഇത് ഇവിടെ വെക്കുക. ഇപ്പൊ ഈ ഫോണ്ട് അത്ര പോരാന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഞെക്കിയിട്ട് ഇവിടെ ഇഷ്ടംപോലെ ഫോണ്ടസ് ഉണ്ട്. കണ്ട ഫോണ്ട് മാറിയില്ലേ? കുറച്ചും കൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് മാറ്റുക. ഇങ്ങനെ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ചേഞ്ചസ് ഒക്കെ വരുത്തി നല്ല കിടിലമായിട്ട് ഡിസൈനൊക്കെ ഒന്ന് ഫുള്ള് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു PDF ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ക്യാൻവയെ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ജസ്റ്റ് ഇവിടെ വരിക. എവിടെയാണ് നമ്മൾ ചെയ്ത പോർട്ട്ഫോളിയോ? ഇത് പോസ്റ്റർ, ഇത് കമ്പനിയിൽ, ഇത് കമ്പനി വീഡിയോ, ഇത് നമ്മളെ പ്രോജക്ട്സ്, ഇത് CV. ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ സർവീസ് ആയിട്ട് ഓഫർ ചെയ്യാം കേട്ടോ. ഇതിനകത്ത് ഓരോന്നിൽ നിങ്ങൾ പല പല ഡിസൈൻസ് ഒക്കെ ചേഞ്ച് ചെയ്ത് വരുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പോർട്ട്ഫോളിയോ പ്രസന്റേഷൻ കണ്ട ഇതിനകത്തൊരു ടെംപ്ലേറ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ സ്കിൽസിൽ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങളുടെ ബിസിനസ് കാർഡ് ആഡ് ചെയ്യുക. ഇതുപോലത്തെ ഒരു 10-20 ബിസിനസ് കാർഡ്സ് ആഡ് ചെയ്തതിന്റെ എന്ത് ചെയ്യുക, ഞാൻ കാണിച്ചുതരാം ഇതിനകത്ത് എവിടെയാണ് ചെയ്തേക്കണമെന്ന് നോക്കട്ടെ കേട്ടോ. നമ്മൾ എത്ര പ്രൊജക്ട്സ് ആയിട്ട് വർക്ക് ചെയ്തു എന്നൊക്കെ അതൊന്നും വേണമെന്നില്ല, നമ്മൾ അതിന്റെ കാണിക്കുന്ന ആവശ്യമൊന്നുമില്ല. പിന്നെ കണ്ട പേഴ്സണൽ സ്കിൽസിന് നമുക്ക് എന്തൊക്കെ സ്കിൽസ് അറിയാമെന്നുള്ളത് വേണമെങ്കിൽ കാണിക്കാം. എഡ്യൂക്കേഷൻ നമ്മൾ എവിടെയാണ് പഠിച്ചതെന്നുള്ളത് കാണിക്കാം. വർക്ക് എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ കണ്ട പോർട്ട്ഫോളിയോ കാണിക്കാൻ പറയില്ലേ, ഇതാണ് പ്രോജക്ട് പോർട്ട്ഫോളിയോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോജക്റ്റ് 1 ഏതെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ബിസിനസ് കാർഡില്ലേ, അത് ഇവിടെ കാണിക്കണം. ഇവിടെയും കാണിക്കണം. സെക്കൻഡ് പ്രോജക്റ്റ് ഇവിടെ നമ്മൾ അതുപോലെ കാണിക്കണം. തേർഡ് പ്രോജക്റ്റ് ഇവിടെ നമ്മൾ അങ്ങനെ ബിസിനസ് കാർഡ് ആഡ് ചെയ്യാം. നമ്മൾ ചെയ്ത അങ്ങനെ ഒരു 10-20 പ്രോജക്റ്റ് നമ്മൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഓരോന്നിലായിട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ വേറൊരു ബിസിനസ്സുമായിട്ട് വർക്ക് ചെയ്യാൻ നോക്കണേ. നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് വിളിച്ച് ചോദിക്കില്ലേ, നമ്മൾ ബിസിനസ് കാർഡ് ചെയ്യും, അപ്പോൾ അവർ ചോദിക്കും പോർട്ട്ഫോളിയോ ഉണ്ടോ. അപ്പോൾ നമ്മൾ ഈ സാധനം അയച്ചു കൊടുക്കണം. നമ്മൾ ചെയ്ത ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് അയച്ചു കൊടുക്കണം. അപ്പോൾ അയച്ചു കൊടുക്കുമ്പോൾ അവർ നോക്കും. നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയും ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ്, നമുക്ക് ചെയ്യാം. എത്ര രൂപയെ ചാർജ് നോക്കി. അപ്പോൾ നമ്മൾ പറയണം നമ്മൾ ഈ ചാർജസ് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ അവർ ഓക്കെ എന്ന് പറയും. നിങ്ങൾക്ക് ഇതൊരു സർവീസ് ആയിട്ട് ഓഫർ ചെയ്യും. ഇതൊന്നും ഒരിക്കലും പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ പറയില്ല, ബിക്കോസ് ഇറ്റ്സ് വെരി ഹാർഡ്. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ഇതേപോലത്തെ സർവീസ് ഓഫർ ചെയ്യണവരുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ആ ഒരു സർവീസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെയാണ് ഓരോരോ കാര്യങ്ങൾ. നമ്മൾ ഒരിക്കലും ഇതൊരു പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്കീമായിട്ട് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. സമയമെടുക്കും. നിങ്ങൾ ആ ഒരു സ്കില്ല് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതലായിട്ട് ഇപ്പോൾ. എന്നിട്ട് അതൊരു സർവീസായിട്ട് ഓഫർ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇതിനകത്ത് ചേഞ്ചസ് ചെയ്യണ എഡിറ്റ് ചെയ്യണ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. വെരി സിമ്പിൾ ആണ്. ജസ്റ്റ് എടുക്കുക, ആ ടെക്സ്റ്റ് ഓരോന്ന് മാറ്റുക, എന്നിട്ട് ആഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോ, അതായത് ഇതിനെക്കുറിച്ച് ഓരോന്ന് എടുത്ത് ഓരോന്ന് ചെയ്യണ എങ്ങനെയാണെന്നുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മാത്രം മതി. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.